യുവജന സംഘടന FDY എത്ര പേരുണ്ട്? FDSC സ്റ്റുഡൻസിന്റെ സംഘടന എത്ര പേരുണ്ട്? FDW ഫെഡറേഷൻ ഓഫ് ഡെമോക്രാറ്റിക് വിമൻ എത്ര പേരുണ്ട്? അങ്ങനെ വർഗ സംഘടനകളുടെ അംഗബലം വർദ്ധിപ്പിച്ച് അതിനെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് മാസത്തിനെ പുഷ് ചെയ്യാൻ, ബഹുജനങ്ങളെ ചലിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ആയുധങ്ങളാണ്. എന്താ കാര്യം? എന്തിനാ ചലിപ്പിക്കുന്നത്? വർഗസമത ശക്തിപ്പെടുത്താൻ. വർഗസമത ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? വർഗസംഘടനകൾ പ്രബലമാണ്. വർഗസംഘടനകൾ പ്രബലമാക്കിക്കൊണ്ട് വർഗസമത ശക്തിപ്പെടുത്താൻ കഴിയും. ആ വർഗസമത ശക്തിപ്പെടുത്തുന്നതിനുള്ള ഗൈഡൻസാണ് പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രേഡ് യൂണിയൻ ആണെങ്കിലും വർഗവിരുദ്ധ സംഘടനകളാണെങ്കിലും സ്വതന്ത്രമായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുവാൻ അനുവദിച്ചുകൊണ്ടാണ് ഇത് സാധ്യതമാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയ വ്യക്തത നമുക്ക് നിർണ്ണയിക്കുന്നത്. ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തത്വം അംഗീകരിച്ചുവെങ്കിലും പ്രയോഗത്തിൽ പാടിപ്പോയത് അവസാനം പാർട്ടിയുടെ കോൺഗ്രസ് സംഘടന ആയിരിക്കണമെന്ന ബൂർഷ്വാ ധാരണയ്ക്ക് കീഴ്പ്പെട്ടതുമായ ദുരന്തം CPI ഉൾപ്പെടെ പാർട്ടി ഭവിച്ചു. അതുകൊണ്ട് പാർട്ടിയുടെ ഒരു കോൺഗ്രസ് സംഘടന, പാർട്ടിയുടെ ഒരു വാല് എന്ന നിലയിൽ അല്ല ഈ സംഘടനകളെ സ്വതന്ത്രമായും ജനാധിപത്യപരമായും പ്രവർത്തിപ്പിക്കുന്നതിനകത്ത് രാഷ്ട്രീയ ഗൈഡൻസ് കൊടുക്കുവാൻ പാർട്ടി തീരുമാനിച്ചത്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഗൈഡൻസ്, ഓർഗനൈസേഷൻ ഡിക്റ്റേഷൻ അല്ല, പൊളിറ്റിക്കൽ ഗൈഡൻസ് ആണ്. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന അത് നമ്മുടെ സംഘടന ഒരു പ്രധാനപ്പെട്ട ഇതാണ്. ഇതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു റെസ്പെക്ട് ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്, ആ ഒരു തിയറിറ്റിക്കൽ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് MCPI ദേശീയ തലത്തിൽ അംഗീകരിച്ചു. അവിടെ MCPI ഇല്ലായിരുന്നു. MCPIക്ക് നമ്മുടെ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിൽക്കണമല്ല. കാരണം ഈ പാർട്ടി സമ്മേളനത്തിൽ തന്നെ അവരുടെ ഒരു പതിവ് യുവജന സംഘടനയുടെ AICPന്റെ എല്ലാത്തിൻ്റെ നേതാക്കന്മാർ സ്റ്റേജിലെല്ലാം ഉണ്ടാവും. പാർട്ടിയുടെ CC മെമ്പറും അല്ലെങ്കിലും പാർട്ടിയുടെ യുവജനഘടകത്തിൽ അല്ലെങ്കിലും ഈ ട്രേഡ് യൂണിയന്റെയും ഈ ബഹുജന സംഘടനകളുടെയും ഒക്കെ നേതാക്കന്മാർ സ്റ്റേജിൽ അണിനിരക്കുന്നതായ രീതിയാണ് പാർട്ടി സമ്മേളനങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനെല്ലാം പതുക്കെ ഈ പാർട്ടി തന്നെ ഇതെല്ലാം ഉണ്ടാവും. MCPI കൂട്ടത്തിൽ FDY ഉണ്ടാവാതെ മറ്റേ ഉണ്ടാവാതെ എനിക്ക് അച്ചടിച്ചൊക്കെയാണ് വെച്ചത്. അതൊക്കെ പതുക്കെ മാറണമെങ്കിൽ ഉയർന്ന തലത്തിൽ ബോധത്തിൽ ഒരു തിരുത്തൽ ആവശ്യമായ തിരുത്തൽ വരുത്താൻ കഴിഞ്ഞു. തിരുത്തൽ വരുത്താൻ കഴിയുക മാത്രമല്ല, തൊഴിലുറ രംഗത്തെ സംഘടന സംഘടനാ രംഗത്ത് കടമ എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നതിൽ എല്ലാ തൊഴിലുറ സംഘടനാ രംഗത്തേക്കും പ്രത്യേകം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു സബ് കമ്മിറ്റികൾ വേണം നൽകിയിരിക്കുകയും തൊഴിലുറ രംഗത്തെ ദേശീയ തലത്തിലുള്ള സബ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു.